പ്രൈം റോക്കറ്റ് 3 GT. ബടാ ബൈക്ക്. ഇതാണ് നമ്മൾ പറഞ്ഞ സാധനം. ഞാൻ ബാക്കിൽ മാത്രമേ കാണിക്കുന്നുള്ളൂ. ഇത്ര നേരം നമ്മൾ ഇതിനെ ഭയങ്കര ഷോക്കായിട്ടൊക്കെ ഉണ്ടായിരുന്നു. ചിലപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് ഇതിൻ്റെ വേറെ നോക്കാം. അപ്പോൾ ഗൈസ്, നമ്മുടെ കൂടെ ഉള്ളത് പ്രൈമത്തിൻ്റെ റോക്കറ്റാണ് കേട്ടോ. ഇതിന് പേരിടാനായിട്ട് നല്ലൊരു അർത്ഥമുണ്ട്. കാരണം ആ രീതിയിലാണ് വണ്ടി നമ്മുടെ കയ്യിലിരിക്കണം. കാരണം ഒരു റോക്കറ്റ് കയറി പോണ പോലെ വണ്ടി കയറി പോയത്. അപ്പോൾ എന്താ പറയുക, ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ പറയാം. ഇതിൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. ഞാൻ ഷോർട്സ് ഇതിനു മുന്നേ ഇട്ടിട്ടുണ്ട്, പക്ഷേ വീഡിയോ ഇട്ടിട്ടുണ്ട് ഫസ്റ്റത്തെ വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും എന്താ തെറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക. നമ്മൾ ഇനി വരുന്ന വീഡിയോസിലൊക്കെ ക്ലിയർ ചെയ്യും. 2458 cc ആണ് വരണേ. അതിൻ്റെ ഈ എഞ്ചിൻ്റെ സൈഡ് കണ്ടില്ല, ഒരു പവർ സ്റ്റേഷനാണ് കേട്ടോ. അതായത് എന്താ പറയുക, ഒരു പെട്ടി പോലെ, ഒരു പെട്ടി, വലിയൊരു പെട്ടി എടുത്ത് വെച്ചാണ പോലെ. അതാണ് അതിൻ്റെ എഞ്ചിൻ്റെ ഭാഗം. ഒരു 221 Nm ടോർക്കാണ് ഇത് ഉൽപ്പാദിപ്പിക്കുന്നത്. നിങ്ങൾക്കറിയാം, വേൾഡിലെ തന്നെ ഇപ്പോൾ കറൻറ്റ്ലി പ്രൊഡക്ഷനിലുള്ളൊരു ഏറ്റവും CC കൂടുതലുള്ളൊരു ബൈക്കാണ് നമ്മുടെ പ്രൈം റോക്കറ്റ്. അപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇടാൻ പോകുന്നത്. അതിൻ്റെ റോഡ് പ്രസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു രീതിയിലുള്ള റോഡ് പ്രസൻസാണ്. കാരണം ഒരു ആന കുട്ടി പോണ പോലെയാണ് നമുക്ക് ഇതിനെ. ഇനി അതിൻ്റെ ഒരു ബൾക്ക്നെസ് അങ്ങനെയാണ് നമുക്ക് ഫീൽ ചെയ്യണത്. എല്ലാ റോഡിൽ നോക്കുന്നതും കാര്യങ്ങളൊക്കെ ആയിട്ട്. കാരണം അത്രയ്ക്ക് ബൾക്കാണ്. ഒരു ബൾക്ക്നെസ് നമുക്ക് ഓടിക്കുമ്പോഴതിന് ഫീൽ ചെയ്യുന്നുണ്ട്, കാണുമ്പോഴതിന് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് കറക്റ്റ് കിട്ടണമെന്ന് അറിയില്ല, പക്ഷെ എന്നാലും വണ്ടി നല്ല രീതിയിൽ ബൾക്കാണ്. പിന്നെന്താ പറയുക, നല്ല ഓടിക്കാൻ നല്ല കംഫർട്ടബിളാണ്. അതിൻ്റെ സീറ്റും കാര്യങ്ങളൊക്കെ ലോങ് ടൂറിനൊക്കെ പറ്റിയൊരു വണ്ടിയാണ്. അതിന് ടയറിൻ്റെ സൈസ് അത്യാവശ്യം വരുന്നുണ്ട്. പിന്നെ നമ്മളധികം എന്താ പറയുക, റിവ്യൂ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ ഗൈസ് നമ്മുടെ ചാനലിൽ ഉദ്ദേശിക്കണേ. അതായത് നമ്മൾ മാക്സിമം കുറേ സൂപ്പർ ബൈക്കുകളുടെ വീഡിയോ നമ്മൾ ഇതിന് വരാണ്ട്. ഈ അടുത്ത് തന്നെ ഒരു മോൺസ്റ്ററിൻ്റെ വീഡിയോ വരും. അത് നമ്മൾ ഈ വീഡിയോയിനകത്ത് തന്നെ അതിനെ പറ്റി പറയണമായിരിക്കും. അപ്പോൾ എല്ലാവരും മാക്സിമം വീഡിയോ അവസാനം വരെ കാണാം. ഒരാൾക്കും എന്തായാലും മിസ്സാവില്ല. വീഡിയോ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 3 സിലിണ്ടർ കേട്ടോ. നല്ല രീതിയിൽ എന്താ പറയുക, സൗണ്ട് കൈ കൊടുത്തു കഴിഞ്ഞാൽ സൗണ്ട് ഉണ്ട്. എല്ലാം നോർമൽ പോകുമ്പോഴാണെന്നുണ്ടെങ്കിൽ നല്ല തന്നെ എന്ന് വെച്ചാൽ ഒരു സൗണ്ട് ഇല്ലാണ്ട് നമ്മൾ പോകാനറിയാത്തൊരു രീതിയിലുള്ളൊരു വണ്ടിയാണ്. അപ്പോൾ നല്ലൊരു ലുക്ക് വണ്ടി തരണുണ്ടല്ലോ. ഇപ്പോൾ ഒരാഴ്ചത്തോളം വണ്ടി എന്തെങ്കിലും ഉണ്ട്. നല്ലൊരു ലുക്കാണ് വണ്ടി നമുക്ക് തരണം. കണ്ടില്ല, നല്ല ലുക്കാണ് കേട്ടോ വണ്ടി. നമ്മളധികം റിവ്യൂ കാര്യങ്ങളൊന്നും പറയണില്ല. ജസ്റ്റ് നമുക്ക് റോഡിൽ കൂടെ പോകുമ്പോൾ ട്രാവലിംഗ് വീഡിയോ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് ഉദ്ദേശിക്കണം. അപ്പോൾ കുറച്ച് റിയാക്ഷനും കാര്യങ്ങളൊക്കെ അതൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ജസ്റ്റ് ലൈറ്റും കൂടി ഇട്ടിട്ട് കാണിച്ചിട്ട് കേട്ടോ. ഉണ്ടോ, നല്ലൊരു ഭംഗിയാട്ടോ ഫ്രണ്ടിൽ. നല്ല എന്ത് ബൾക്കി ആയിട്ടുള്ളൊരു ഭംഗിയെന്നറിയാം. നല്ലൊരു ലുക്ക് വേണ്ടി തരുന്നുണ്ട്. ഇപ്പോൾ വീഡിയോ അത് കാണുന്ന കറക്റ്റ് കിട്ടണമെന്നറിയില്ല. പിന്നെ ഈ അടുത്ത് തന്നെ നമ്മളൊരു മോൺസ്റ്ററിനെ വീഡിയോ ആയിട്ട് ചെയ്യണമായിരിക്കും. അത് ഒരാളും എന്തായാലും മിസ് ചെയ്യരുത്. കാരണം ഈ വീഡിയോ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്ത് വെച്ചാൽ ആ വീഡിയോ കൂടി കാണാം. ആ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് മിസ്സാവില്ല. കാരണം സൂപ്പർ ബൈക്ക് തന്നെ, പക്ഷേ അതിലും 10 ലക്ഷത്തോളം എക്സ്ട്രാ ഫിറ്റിങ് ചെയ്തിട്ടുള്ളൊരു വണ്ടിയാണ്. നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, സൂപ്പർ ബൈക്കിന് തന്നെ കോസ്റ്റ് ആയി. ഇതിന് കൂടി 10 ലക്ഷത്തോളം എക്സ്ട്രാ ഫിറ്റിങ് മോഡിഫിക്കേഷൻ ചെയ്ത വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ ഒരാൾ മിസ് ചെയ്യരുത്, എല്ലാവരും കാണാം. അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ ഇതിനകത്ത് പറയുന്നുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് വണ്ടി എടുത്ത് പുറത്തേക്ക് ഇറങ്ങാം. കൂടുതൽ റിവ്യൂ കാര്യങ്ങളൊന്നും ഞാനൊന്നും പറയുന്നില്ല. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അതിന് നമുക്ക് വണ്ടി എടുത്ത് ഇറങ്ങാം. അപ്പോൾ ബാക്കിയൊക്കെ നമുക്ക് ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കുറച്ച് റിയാക്ഷൻസ് കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. പിന്നെ ഇതിൻ്റെ അതായത് ഓഫ് ചെയ്തിട്ട് വണ്ടി ഓഫ് ചെയ്തിട്ട് ആ ഒരു ഫസ്റ്റ് തന്നെ വരുന്ന ഡിസ്പ്ലേ അടിപൊളിയാണ് കേട്ടോ. എഴുതി കാണിക്കുന്നതൊക്കെ ഓക്കെ. അപ്പോൾ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് നൈസായിട്ട് ഇറങ്ങാം. ഇവിടെ ന്യൂട്ടായിട്ട് വരണം. ഇവിടെ അങ്ങോട്ട് കട്ട് ചെയ്യാൻ പറ്റില്ല. അവിടെ എന്താ പണി നടക്കുന്നതുകൊണ്ട് ന്യൂട്ടായിട്ട് വരണം. ഞങ്ങൾക്ക് പോയിട്ട് ന്യൂട്ടൺ അടിച്ച് വരാം. ഇപ്പോൾ എനിക്ക് സൗണ്ടൊക്കെ കറക്റ്റായിട്ട് കേൾക്കുന്നത് എനിക്കറിയില്ല കേട്ടോ. സൗണ്ടൊക്കെ കറക്റ്റായിട്ട് കേൾക്കുന്നത് എനിക്കറിയില്ല. കാരണം ഇപ്പോൾ ബൈക്ക് കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ കാറ്റിൻ്റെ സൗണ്ട് വരണേ സൗണ്ട് ക്ലിയർ ആണെന്ന് അറിയില്ല. എന്നാലും നമുക്ക് നോക്കാം. എല്ലാവരും സപ്പോർട്ട് ചെയ്ത് വയ്ക്കുക. കാരണം ഇതിന് നല്ലൊരു വീഡിയോ ആയിട്ട്, കാരണം ഫസ്റ്റ് വീഡിയോ ആണ്, അതിൻ്റെ പോരായ്മകൾ എന്തൊക്കെയാണെന്ന് എനിക്കറിയില്ല. പക്ഷെ അതെല്ലാം ക്ലിയർ ചെയ്തിട്ട് നമ്മൾ ഇതിനും അടിപൊളിയായിട്ട് പവറായിട്ട് എന്തായാലും കമ്പാക്ട് ചെയ്യും. അതെന്തായാലും ഉറപ്പാണ്. നല്ലൊരു വീഡിയോ ആയിട്ടും നല്ല ഇങ്ങനെ കാണാത്ത ബൈക്കുകളായിട്ട് നമ്മൾ വരും. ഉറപ്പ് തരാം. കാരണം ഈ അടുത്ത് പറഞ്ഞ വീഡിയോ തന്നെ അങ്ങനെ തന്നെയാണ്. ഞാൻ ഉറപ്പ് തരാം. കാരണം ആ വണ്ടി നിങ്ങൾ അധികം കണ്ടിട്ടുണ്ടാവില്ല. ഒരു മോട്ടറാണ് അത്.
ട്രെയിൻസിൻ്റെ റോക്കറ്റ്. നമുക്ക് റിയാക്ഷൻ കിട്ടിയായിരുന്നു. നമ്മുടെ റോഡ് പ്രസൻസ് ആ രീതിയിലുള്ള റോഡ് പ്രസൻസാണ് വണ്ടി നമുക്ക് നിന്ന് കഴിഞ്ഞാൽ അത് സൈഡിൽ നോക്കി കഴിഞ്ഞാൽ ഒരാൾ വണ്ടി നോക്കാത്തായിട്ടുണ്ടാവില്ല. കാരണം അത്രയ്ക്കും പൾസിനെസ്സാണ് സൈഡിൽ വണ്ടി തരണം. എന്താ ചെയ്യുക, എല്ലാവരും ഇങ്ങനെ ചെയ്യില്ല. बड़ा बाइक है हाँ इंजर ही लेता ये तो गाड़ी बहुत भयंकर है। हाँ कितना तेल खाता है? 25 lakhs। पेट्रोल कितना खाता है? 40 किलोमीटर माइलेज गाड़ी एक लीटर में कितना चलता है? 40 किलोमीटर 40 किलोमीटर। हाँ कितने का गाड़ी है? कितने का है गाड़ी? 25 lakhs 25 lakhs ആ ഞെട്ടിയോ ഒരു മൈലേജ് ഒക്കെ എത്ര കിട്ടാം. വലിയ വലിയ കാര്യമായിട്ട് ഹിന്ദിന്ന് അറിയില്ല കേട്ടോ. അത് കണക്കാണ്ടത് മനസ്സിലായിട്ടോ. വലിയ കാര്യമായിട്ടല്ല എനിക്കറിയില്ല. ഞെട്ടി ലാസ്റ്റ് 25 lakhs എന്ന് പറഞ്ഞപ്പോൾ അത് വായ വേണ്ട ഇതിനകത്ത് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ചേച്ചി അവിടത്തേക്ക് എടുത്ത് പറഞ്ഞാവും. അപ്പോൾ കഴിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ മോൺസ്റ്ററിൻ്റെ വീടിൻ്റെ അവിടെ എത്താറായി. ഇപ്പോൾ മോൺസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്നൊന്നും ആ ഒരു ചില സൂപ്പർ ബൈക്കിൻ്റെ ഒരു ചിന്തയായിരിക്കും വരാം. പക്ഷേ ഇത് അങ്ങനെയല്ല. ഇത് അതിനും വലത്തായിട്ടുള്ള സാധനമാണ്. നമ്മൾ സൂപ്പർ ബൈക്കിൽ തന്നെ ഒരു ഏകദേശം 10 lakhൻ്റെ അടുത്ത് എക്സ്ട്രാ ഫിറ്റിങ് അതിൽ ചെയ്തിട്ടുണ്ട്. മോഡിഫിക്കേഷൻ ചെയ്തെന്നൊരു വണ്ടിയാണ്. വണ്ടി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും. ഇത് എന്താ പറയുക, കുറച്ചൊരു വെയിറ്റ് ചെയ്ത് നമുക്ക് വണ്ടിയുടെ അടുത്ത് നമ്മൾ എത്താറ് ഏകദേശം. അപ്പോൾ ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ ഈ അടുത്ത് എന്തായാലും വരും. അതെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ഇപ്പോൾ ഇത്ര നേരം ഒരു കുഴപ്പമുണ്ടായില്ല. ചെറിയ റൂട്ടിലേക്ക് കയറിയപ്പോൾ ഹീറ്റായിട്ട് തുടങ്ങി വണ്ടി. നല്ല രീതിയിൽ ഹീറ്റ് അടിക്കും. എനിക്കെൻ്റെ ഇവിടെ നല്ല ഹീറ്റായുണ്ട്. നല്ല രീതിയിൽ ഹീറ്റ് അടിക്കുന്ന ഒരു വണ്ടിയാണ്. കാരണം പിന്നെ ഇത്ര CC ഒക്കെ കുത്തി കയറ്റി ഒരു പവർ സ്റ്റേഷനാക്കി വെച്ചേക്കല്ലേ. അപ്പം അതിനനുസരിച്ചുള്ള ചൂട് എന്തായാലും ഉണ്ടാവും. അത് പിന്നെ ഇങ്ങനത്തെ വണ്ടികൾക്ക് ഇങ്ങനെ എന്താ പറയുക ഉള്ളവരി കൂടെ ഒക്കെ പോകുമ്പോൾ പറഞ്ഞിട്ടുള്ളതാണല്ലോ. അത് നോക്കിയിട്ട് കയറില്ല. പക്ഷേ വണ്ടി നല്ല കിടലുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ എത്താറായിട്ടുണ്ട്. ഇത് ആൾക്ക് കൊടുക്കുക. ജസ്റ്റ് നിങ്ങളെ വണ്ടി ഞാൻ അധികം കാണിക്കില്ല, കാരണം അതിൻ്റെ ത്രില്ല് പോകും. ജസ്റ്റ് ഞാൻ വണ്ടി ഇരിക്കാമ്പോൾ സീറ്റിൽ തന്നെ ബാക്കിൽ കാണിക്കും. നിങ്ങൾ കയറി ചെല്ലുമ്പോൾ തന്നെ കാണുന്നുണ്ട്. അത്ര ഞാൻ കാണിക്കുന്നുള്ളൂ, കാരണം കൂടുതൽ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും അതിൻ്റെ ഒരു ത്രില്ല് പോയി. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ സാധനം. ഞാൻ ബാക്കിൽ മാത്രമേ കാണിക്കുന്നുള്ളൂ, വേറെ ഒന്നും ഞാൻ കാണിക്കുന്നില്ല. കണ്ടില്ലേ, കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ത്രില്ല് പോയി. ഇത് ഒരു മോൺസ്റ്റർ എന്ന് പറഞ്ഞാൽ പോലെ അതിന് വലിയൊരു മോൺസ്റ്ററാണ്. നിങ്ങൾക്ക് സാധനം ഞാൻ ഒരു വീഡിയോ ഒക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും. അപ്പോൾ അധികം ഞാൻ കാണിക്കുന്നില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് ഞാൻ ബാക്കിൽ നിന്ന് കാണിച്ചു തരാം. ഫ്രണ്ടിലേക്ക് പോകണില്ല, അത് നിങ്ങൾ എന്തായാലും അടുത്ത വീഡിയോയിനകത്ത് കണ്ടാൽ മതി. ഉണ്ടല്ലേ. അപ്പോൾ ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ എന്തായാലും നമ്മുടെ ചാനലിലുണ്ടാവും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് എന്തായാലും മിസ്സാവില്ല ഈ ഒരു വണ്ടിയുടെ വീഡിയോ. അച്ചാദ്യ ഒരു വണ്ടിയാണ്, കാരണം റോഡ് പ്രസൻസ് ഇതിനപ്പുറം വേറൊരു വണ്ടിയില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ നമ്മൾ എന്തായാലും ഈ അടുത്തിടും. അപ്പോൾ അതിൻ്റെ വീഡിയോ കാണാനായിട്ട് എല്ലാവരും ചാനലിൽ സപ്പോർട്ട് ചെയ്തേക്കുക. ഇതിൻ്റെ ഒരു ഡിസ്പ്ലേ ഒക്കെ അടിപൊളിയാണ്. കാരണം ആ ഒരു ഷോർട്ട്നെസ് മാത്രമേ തന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് ഇതിൻ്റെ വേറെ നോക്കാം.
അപ്പോൾ ഗൈസ് ഇതാണ് ഇതിൻ്റെ പവർ. പിന്നെ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത് വീട്ടിലെത്തിയപ്പോഴാണ്. ഞാൻ ഇത്ര നേരം വായിട്ട് അലസൊന്നും കേട്ടില്ല, കാരണം നല്ല കാറ്റ് കാരണത്തോണ്ട് അത്ര സ്പീഡായിരുന്നു. അപ്പോൾ ഞാനിത് വീട്ടിൽ വന്ന് എക്സ്ട്രാ ഒരു ഓഡിയോ ചെയ്യണമെന്നാണ് അതിൻ്റെ ഒരു വോയിസ് വ്യത്യാസം വന്നേക്കണേ. അപ്പോൾ ഗൈസ് എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ. എനിക്ക് ഇതിൻ്റെ വൈൻഡപ്പ് വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ലായിരുന്നു, കാരണം എൻ്റെ ക്യാമറ അപ്പോഴത്തേക്ക് ഓഫായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ആയിരിക്കണം. അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ എന്തായാലും നിങ്ങൾ മിസ്സാക്കരുത്, കാരണം മിസ്സാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു വണ്ടി പിന്നെ കാണാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ആ ഒരു വീഡിയോ എല്ലാവരും കാണാനായിട്ട് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്ത് വയ്ക്കുക, സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബൈ.